2 കൊരിന്ത്യസ് 12:9 നിനക്കെൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇന്നൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്താണെന്നറിയോ? നമ്മുടെ ജീവിത ചെലവ് വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, എങ്ങനെ ഇത് കുറയ്ക്കാം? ഹൗ ക്യാൻ വി മിനിമൈസ് അവർ എക്സ്പെൻഡിച്ചർ? അതാണ് എല്ലാവരുടെയും ചോദ്യം. അതിന് കുറച്ച് മാർഗങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. ഒന്ന്, ഏതാനും കാര്യങ്ങൾ. നമ്മുടെ വരവ് എത്രയാണെന്ന് ആദ്യം നോക്കണം. വരവിനനുസരിച്ച് വേണം നമ്മൾ ചിലവ് ചെയ്യാനായിട്ട്. അത് പലർക്കും അറിയില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, അതിനനുസരിച്ച് നമ്മളും പോവുക. അത് ചെയ്യാതിരിക്കുക. നമ്മുടെ വരുമാനം ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ വരുമാനം എന്താണെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് മാത്രം ചിലവ് ചെയ്യുക. കുറേ ചിലവുകൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ജീവിത ചെലവ്, അതായത് നിത്യ ചെലവുകൾ തന്നെ നമുക്ക് കുറയ്ക്കാം. എങ്ങനെയാണെന്നറിയോ? നമുക്ക് കിട്ടുന്ന പച്ചക്കറികൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സീസണിൽ ഉണ്ടാകുന്ന പച്ചക്കറികൾ നമ്മൾ വാങ്ങിക്കുക, അത് ഉപയോഗിക്കുക. കുറേ ചിലവുകൾ അങ്ങനെ കുറയ്ക്കാം. അതുപോലെ ഫിഷ്, മീറ്റ്, അതിൻ്റെ ഉപയോഗവും കുറേ കുറയ്ക്കാം. അതൊന്നും ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്ന് നമുക്കറിയാമല്ലോ. അത് പിന്നെ ഫ്രൂട്ട്സ്, ആ സീസണിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് ഉപയോഗിക്കുക. അതിന് വില കുറവായിരിക്കും. വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട്സ് ആയാലും ഒക്കെ സീസണിൽ കിട്ടുന്ന ഇത് മാത്രം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട യാത്രകൾ കുറയ്ക്കുകയാണ്. ഞാനൊക്കെ യാത്ര കൂടുതൽ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. പക്ഷേ യാത്രകൾ നമുക്ക് കുറയ്ക്കാം. എങ്ങനെ? നടക്കേണ്ട കുറച്ച് ദൂരമൊക്കെ നടക്കാനുണ്ടെങ്കിൽ, ഒരു 10 മിനിറ്റ് വരെയൊക്കെ നടക്കാനുണ്ടെങ്കിൽ നമ്മൾ നടക്കുക. പിന്നെ വലിയ വാഹനങ്ങൾ, അതായത് ബസ്സിലൊക്കെ യാത്ര ചെയ്യുക. അങ്ങനെ അത് ചെയ്ത്, ഇപ്പോൾ ലോങ് യാത്രയാണെങ്കിലും കൂടി ബസ്സിൽ യാത്ര ചെയ്യുക, കാറിൻ്റെ ഉപയോഗം കുറയ്ക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ പെട്രോളിൻ്റെയും അതുപോലെ ഡ്രൈവറെ വെച്ചിട്ടൊക്കെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡ്രസ്സാണ്. പിന്നത്തെ ഒന്ന്, ഡ്രസ്സ് നമ്മൾ അതുപോലെ തന്നെ അത്യാവശ്യമാണെങ്കിൽ മാത്രം, വല്ല ഫങ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഡ്രസ്സുകൾ എടുക്കുക. നമ്മളിപ്പോൾ എല്ലാ മാസത്തിലും ഡ്രസ്സ് എടുക്കുന്നവരുണ്ടായിരിക്കും, പല യാത്രകൾ ചെയ്യുമ്പോൾ ഡ്രസ്സ് എടുക്കുന്നവരുണ്ടായിരിക്കും. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ബർത്ത്ഡേക്കും ഒക്കെ ഡ്രസ്സുകൾ എടുക്കുന്നത്. അതുപോലെ യാത്രകൾ കുറയ്ക്കുക. ഫ്രണ്ട്സിൻ്റെ വീട്ടിലും ബന്ധുക്കളുടെ വീട്ടിലൊക്കെ അനാവശ്യമായിട്ട് പോകാതിരിക്കുക. നമ്മൾ വെറുതെ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴും നമുക്ക് ചിലവാണ്, അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കുറയ്ക്കുക. പിന്നെ നമുക്ക് പോകാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങൾ, കടൽ തീരം, അടുത്തൊക്കെ കടലുണ്ടെങ്കിൽ അവിടെ, അതുപോലെ പാർക്ക്, കുട്ടികളൊക്കെ ആയിട്ട് പാർക്കിലേക്ക് പോകുക. വെക്കേഷനൊക്കെ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാം. അടുത്തുള്ള സ്ഥലങ്ങൾ, കടലും പാർക്കും മാത്രമല്ല, നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ നടന്ന് എത്താവുന്ന ദൂരമുണ്ടെങ്കിൽ അവിടെയൊക്കെ നടന്ന് യാത്ര ചെയ്യുക. നമ്മളുടെ കേരളം എന്ന് പറയുന്നത് മനോഹരമായ ഒരു സ്ഥലമാണ്. അതിൻ്റെ ഏത് ഭാഗവും, എവരി നോക്ക് ആൻഡ് കോർണർ ഓഫ് കേരള ഈസ് ബ്യൂട്ടിഫുൾ. അതുകൊണ്ട് എവിടെയായാലും ഒരു അരമണിക്കൂർ നടന്ന് നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് കാണാൻ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ് കാണുന്നത്. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത, കേൾക്കുക പോലും ചെയ്യാത്ത പല പ്രദേശങ്ങളും നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അതറിയില്ല പലർക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക. അപ്പോൾ ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കുക. ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ്. പൈസ ഉള്ളവർ എവിടേക്കാണെങ്കിൽ പോയിക്കോട്ടെ, നമുക്കത് വിഷയമല്ല. പിന്നെ നമ്മൾ വേറൊന്ന് ചെയ്യേണ്ടത്, നമ്മൾ സ്ത്രീകൾക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളത് പാത്രങ്ങൾ വാങ്ങിക്കുക. അല്ലേ? അത് സ്റ്റീൽ പാത്രമായാലും മൺപാത്രമായാലും അതൊക്കെ, പാത്രങ്ങൾ വാങ്ങിക്കുക ഒരു ഹരമാണ്. എനിക്കും അതെ കേട്ടോ, പാത്രങ്ങൾ വാങ്ങിക്കുന്നത് ഒരു ഹരമാണ്. അപ്പോൾ അത് കുറയ്ക്കുക. കുറയ്ക്കാൻ നോക്കുക. നമ്മുടെ വീട്ടിലിപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലും, ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ജോലിക്കാർ വരും, അയ്യോ എന്തുമാത്രം പാത്രങ്ങളാണെന്ന് പറയും. അപ്പം ഞാൻ ഒരു വർഷങ്ങൾ കഴിയുമ്പോൾ, അത് 10-40 വർഷമൊക്കെ നമ്മളൊരു വീട്ടിൽ താമസിക്കണം, അപ്പോൾ കുറേ പാത്രങ്ങൾ കൂടുതലുണ്ടായിരിക്കും. സ്റ്റാർട്ടിങ്ങുകാർ, അതായത് പുതിയതായിട്ട് കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ പാത്രങ്ങളുടെ പാത്രങ്ങൾ വാങ്ങിക്കലൊക്കെ കുറേ കുറച്ചാൽ, അത് സ്റ്റീൽ പാത്രമായാലും കുക്കറായാലും കാസറോളായാലും ഒക്കെ, മൺചട്ടി ആയാലും വാങ്ങിക്കുന്നത് കുറയ്ക്കുക. വളരെ അത്യാവശ്യമുള്ള പാത്രങ്ങൾ മാത്രം ഉപയോഗിക്കുക. മേടിക്കുക, അത് മാത്രം ഉപയോഗിക്കുക. നമുക്ക് സ്റ്റോറിൽ പാത്രങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കേണ്ടി വരില്ല. വല്ല ഫങ്ഷനൊക്കെ വരുമ്പോഴേ, ഇന്ന് ഫങ്ഷനൊക്കെ വരുമ്പോൾ 10-20 ആളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ
എന്ത് ചെയ്യുന്നു? നമ്മൾ വീട്ടിൽ വെക്കില്ല മിക്കവാറും. നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഓർഡർ ചെയ്യുക ചെയ്യുക. കാരണം അവർക്കും അതാണ് താല്പര്യം. ഓ നീ വെച്ചതാണോ? ഓ കാര്യം നീ നല്ല കുക്കൊക്കെ തന്നെയാണ്. പക്ഷേ ഇഷ്ടം അടുത്തുള്ള അവരുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് നമ്മൾ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പം കഴിയുന്നതും അതൊക്കെ കുറയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാം. നമ്മൾ ഇപ്പോൾ ഫംഗ്ഷനായാലും നമ്മൾ വീട്ടിലെ പാത്രങ്ങൾ കുറേ പ്ലേറ്റുകളൊക്കെ ഉണ്ടാവും. ഒരു ഡസനൊക്കെ പ്ലേറ്റുകളുണ്ടെങ്കിൽ തന്നെ 5-10 ആൾക്ക് ഒരേ ടൈമിൽ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും. അപ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുക. പിന്നെ ഗ്ലാസ്സുകൾ, ഡിസ്പോസിബിൾ ഗ്ലാസ്സുകൾ വേണമെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ മാത്രം വാങ്ങിക്കുക. അതുപോലെ ചായക്കാണെങ്കിൽ കപ്പ് ഉണ്ടെങ്കിൽ കപ്പ് ഉപയോഗിക്കുക. അങ്ങനെ വേസ്റ്റ് നമുക്ക് കുറയ്ക്കാം. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ സാധനങ്ങൾ, അതുപോലെ ഫർണിച്ചറൊക്കെ ചിലർക്ക് എത്ര ഫർണിച്ചർ മേടിച്ചാലും പുതിയ പുതിയ ഫർണിച്ചറുകൾ വാങ്ങിക്കുന്നത് ചിലരുടെ ഒരു ഹോബിയാണ്. കുറവാണ് എന്നാലും, കാരണം ഇടാൻ സ്ഥലമില്ല അങ്ങനെയുള്ളതുകൊണ്ട്. അപ്പോൾ അതിലെല്ലാറ്റിലും നിയന്ത്രണം പാലിച്ചാൽ വീട് മനോഹരമായിരിക്കും, നല്ല വൃത്തിയുള്ള വീടായിരിക്കും. അതുപോലെ തന്നെ വീട്ടിലെ ചിലവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതേസമയം തന്നെ നമുക്ക് പോകേണ്ടിടത്തേക്ക് പോകാം, നമ്മൾക്ക് വാങ്ങിക്കേണ്ടത് വാങ്ങിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. ഭക്ഷണ കാര്യത്തിലായാലും യാത്രയുടെ കാര്യത്തിലായാലും പാത്രങ്ങളുടെ കാര്യത്തിലായാലും ഡ്രസ്സിൻ്റെ കാര്യത്തിലായാലും ഒക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക. നമ്മുടെ ജീവിത ചെലവ്. അപ്പോൾ പലരും ഇത് കേൾക്കുന്നുണ്ട്, നമുക്കറിയാം. ഇന്നൊക്കെ ആത്മഹത്യക്കും ഇതിനൊക്കെ ശ്രമിക്കുന്നതിൻ്റെ പല കാരണങ്ങൾ നോക്കിയാലേ എന്തുകൊണ്ടാണ്? അനാവശ്യമായത് ധൂർത്താണ് ഇതിനെല്ലാറ്റിനും കാരണം. ഒന്ന് വീട് പണിയാണ്, ചിലർ വാഹനം. ഇത് രണ്ടുമാണ് നമ്മുടെ കേരളത്തിലെ ആളുകളുടെ ഒരു ഒരു ക്രേസ് എന്ന് പറയുന്നത്. ഒരുത്തൻ വീട് 15 ലക്ഷത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആൾ വയ്ക്കുന്നത് 35 ലക്ഷത്തിനാണ്. അതായത് വർഷം കഴിയുന്തോറും അതിൻ്റെ ചിലവ് കൂടും, അത് ഓർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ജീവിതം സുഖകരമാക്കുക, ആനന്ദകരമാക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, ഇത് തന്നെയാണല്ലോ കുട്ടികളെയും നമ്മൾ താരതമ്യം ചെയ്യുന്നത്. കുട്ടികൾ അവിടുത്തെ കുട്ടിയെ നോക്കൂ, ഇവിടുത്തെ കുട്ടിയെ നോക്കൂ, ഇവിടുത്തെയും കുട്ടിയല്ല, നിങ്ങളുടെ കുട്ടിയുടെ ഐക്യു ഏകദേശം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവനോട് പെരുമാറിയ അവൻ്റെ ഫീൽഡ് ഏതാണെന്ന് അറിഞ്ഞ് ആ ടേസ്റ്റിനനുസരിച്ചിട്ട് അവനെ മുന്നോട്ട് നീക്കിയാലേ അവൻ നല്ലൊരു ജോലിക്കാരനാവും. ഏത് പ്രൊഫഷനും, ഒന്നാമത് കുട്ടികളെ ആദ്യം മനസ്സിലാക്കേണ്ടത് ഏത് പ്രൊഫഷനും നല്ലതാണ് എന്നുള്ള ധാരണ കുട്ടികളിൽ വളർത്തണം. ഏത് ജോലിയും, കൃഷിയായാലും ബിസിനസ്സായാലും വൈറ്റ് കോളർ ജോബായാലും ഏത് ജോലിയായാലും മഹത്തരമാണെന്ന് കുട്ടികളെ പഠിപ്പിക്കുക, ഗാന്ധിജി പറഞ്ഞതുപോലെ. അപ്പോൾ ഓക്കെ ബൈ. നമ്മുടെ ജീവിത ചെലവ് കുറയ്ക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ ജീവിതം ആനന്ദകരമാക്കുക. ഓക്കെ.